അങ്ങനെ ട്രെയിൻ മാറിപ്പോയല്ലോ. ഇനി ഒരൊറ്റ വഴിയുള്ളൂ, എൻ്റെ ബ്രദറിൻ്റെ അടുത്തേക്ക് പോവുക. ആലുവയിലുള്ള എൻ്റെ ബ്രദറിൻ്റെ അടുത്തേക്ക് ഒരു ഓട്ടോയൊക്കെ കൂട്ടിയിട്ട് പോവുക കേട്ടോ. വഴി അത്ര നിശ്ചയമൊന്നുമില്ല. പിന്നെ ഏട്ടൻ വിളിച്ച് പിന്നെ ഏട്ടൻ വന്ന് കൂട്ടുകയൊക്കെ ചെയ്തു. ഓട്ടോക്കാരനും ഞാൻ ഫോണൊക്കെ കൊടുത്തിട്ട് വഴിയൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ പോയി. എന്നിട്ട് വീട്ടിലെത്തിയിട്ട് ഏട്ടൻ എത്ര ദോശ ചുട്ടുവന്നു അത്രയും ദോശ ഞാൻ തിന്നു. അത്രയ്ക്ക് വിശപ്പുണ്ടായിരുന്നു. ഇത് ചേച്ചിയും മോനൊക്കെയാണേ. പിന്നെ ഞാനും ഏട്ടനും എപ്പോഴും അടിയായിരിക്കും, ഫുൾ ടൈം ഞങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുന്ന അടി കൂടിയിട്ടായിരിക്കും. അങ്ങനെയുള്ള ബ്രദറാണ്. ഇതാണ് ഏട്ടൻ്റെ ഇളയ മോന്. ഇതാണ് ഇവരുടെ വസോറ ജ്വല്ലറി, ഗോൾഡ് കവറിങ് ആണ് കേട്ടോ. ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇവിടെ. നല്ല ഭംഗിയുണ്ട് സെറ്റ് ചെയ്തൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് ഈ മഞ്ഞ കളറിനോട് ഒരു ഇഷ്ടക്കുറവാണ്. സിൽവർ അങ്ങനെയുള്ള സാധനമൊക്കെ ഇടാനാണ് എനിക്കിഷ്ടം. കണ്ടോ, നല്ല രസമില്ലേ കാണാൻ. കളക്ഷനൊക്കെ ഒരുപാട് മാലയുണ്ട്. ഇവർ തന്നെ ചെയ്യുന്ന കേട്ടോ, അവരെ വീട്ടിൽ നിന്ന് ഇവർ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നോക്കി, ഓരോ കളറിന് അനുസരിച്ച് ഡ്രസ്സിന് ഇടാൻ പറ്റുന്ന മോഡലുകളൊക്കെ ഇവിടെയുണ്ട്. നെക്ലേസ്, പലതരത്തിലുള്ള കല്ല്, കോയിൻ പോലെയൊക്കെയുള്ളത് ഭയങ്കര രസത്തിലെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇതുകൊണ്ട് ഞാൻ ഏട്ടനൊരു പ്രൊമോഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രൊമോഷൻ കഴിഞ്ഞപ്പോൾ ഏട്ടനത് അഴിച്ച് വാങ്ങി കേട്ടോ. ഇല്ല, ഞാനിടില്ല, അത് വേറൊരു സത്യം. പിന്നെ ഞങ്ങളൊരു ഊബറൊക്കെ പിടിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഭയങ്കര തിരക്കായിരുന്നു. എന്താ പറയുക, എങ്ങനെയൊക്കെ 2-3 മണിയായിട്ട് അവിടെ എത്തില്ല. ഏട്ടൻ ബിസിനസ് തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ നഷ്ടം വരാം, അതിനെ പറ്റിയിട്ടൊക്കെ പറയുകയാണെ. ഭയങ്കര തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഒരു ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിറച്ചോളായിരുന്നു. പിന്നെ നമുക്ക് അവിടുന്ന് ഒരു ഓട്ടോയൊക്കെ വിളിച്ചിട്ട് പോകേണ്ട വന്നേ. ആ ഓട്ടോക്കാരൻ എൻ്റെ ഫോളോവർ ആയതുകൊണ്ട് വേണ്ട, പൈസയൊന്നും വേണ്ട, ചേച്ചിയുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. പക്ഷേ ഞാൻ പൈസ കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇവിടെ വന്നിട്ടൊരു ഊണ് കഴിച്ചു. ഒരു നല്ല ടേസ്റ്റായിരുന്നു, സത്യം പറയുമല്ലോ. ഫിഷ് പൊരിച്ചൊക്കെ ഭയങ്കര രുചിയുണ്ടായിരുന്നു. അവിടുന്ന് ഒരുപാട് പേര് തിരിച്ചറിഞ്ഞു. ഇനിയൊരു സത്യം പറയട്ടെ, ഞാൻ എൻ്റെ ട്രെയിൻ മാറിയതിൽ ഭയങ്കര ബ്ലെസ്ഡാണ്. കാരണം എനിക്ക് വേണ്ടതെല്ലാം അവിടുന്ന് കിട്ടി. എനിക്ക് കിട്ടാത്തതൊക്കെ അവിടുന്ന് എനിക്ക് കിട്ടി. നമ്മളെ ജീവിതത്തിൽ എന്ത് കാര്യം നടക്കുന്നുണ്ടെങ്കിലും അതൊരു നല്ല കാര്യത്തിനായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അവിടുന്ന് പോയപ്പം വഴിയിൽ നിന്നൊക്കെ ചേച്ചി ശിശിര, സ്പാർക്കേ എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. ട്രാഫിക്കിൽ നിന്നൊക്കെ ആൾക്കാർ കണ്ടു. 1 വേ എന്നൊക്കെ പോയി ഒരു ചേച്ചി ഇപ്പം ഞങ്ങൾ വരാം, ഇവിടെ നിൽക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹം. ഒത്തിരി സന്തോഷമായി. എന്നെ ഒരുപാട് പേര് തിരിച്ചറിയുന്നതൊക്കെ കണ്ടപ്പം, അതും നല്ല രീതിയിൽ എന്നോട് റെസ്പോണ്ട് ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. പിന്നെ അന്ന് രാത്രി ഭയങ്കര മഴയായിരുന്നു കേട്ടോ. എൻ്റെ വരവ് ആഘോഷിച്ചായിരിക്കും, അങ്ങനെയൊക്കെ പറയാലോ. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായി. നല്ല മഴ, ഭയങ്കര മഴയായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ ചേച്ചിയും മക്കളും ഒക്കെ കൂടിയിട്ട് എന്നെ ട്രെയിനിൽ കയറ്റി വിടാൻ വേണ്ടി പോകുന്നു. ട്രെയിനൊന്നും മാറിയിട്ടില്ല കേട്ടോ, എല്ലാവരും ഉള്ളതുകൊണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ ചേച്ചിയോട് സംസാരിച്ചിരുന്നു. കുറേ കാര്യങ്ങൾക്കൊരു ഉത്തരം കിട്ടി. പിന്നെ ഭയങ്കര തിരക്കായിരുന്നു ട്രെയിനിൽ. എൻ്റെ തലേൻ്റെ മുകളിൽ വരെ ആൾക്കാരായിട്ട് ഭയങ്കര ശ്വാസം മുട്ടലായിരുന്നു. പിന്നെ അവിടുന്ന് തലശ്ശേരി എത്തി ആശാൻ കൂട്ടാൻ വന്നിരുന്നു. എന്നിട്ട് അവിടുന്ന് കയറിയിട്ട് നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോയത്. എൻ്റെ വീടെന്ന് പറയാൻ പറ്റില്ല, ഒരു വാടക വീടാണ്. അവിടെയാണ് നിൽക്കുന്നത്. അവിടെ എന്നെ എപ്പോഴും കാത്തിട്ട് ഒരാളുണ്ടാവും, റെക്സ്. ഇവൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ കുട്ടിയാണ്. പക്ഷേ ഇപ്പം അച്ഛയ്ക്ക് സുഖമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവനെ നോക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നല്ല ക്യൂട്ടാവൻ, ഭയങ്കര സ്നേഹമുള്ളവനാണ്.